Good morning, dears. This is Rizana Campus and നിങ്ങളുടെ ഇംഗ്ലീഷ് ഫാക്കൽറ്റി അക്ഷയ അജീഷ്. സോ വെൽക്കം ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് ആണ്. എന്താണ് സബ്ജക്ട് വേർബ് എഗ്രിമെന്റ്? നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം, ഇംഗ്ലീഷിൽ ഒരുപാട് നിയമങ്ങളുണ്ട് അല്ലെ. നമ്മൾ ഗ്രാമർ പഠിക്കുമ്പോൾ ഒരുപാട് നിയമങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ ഒന്നായിട്ട് വരുന്നതാണ് എന്ത്? സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സബ്ജക്റ്റും വേർബും എന്ന് പറയുന്നത് ഒരു സെന്റൻസിലെ നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ഭാഗമാണ് അല്ലെ. ഒരു സബ്ജക്റ്റും ഒരു വേർബും എന്ന് പറയുന്നത് എന്താണ്? ഒരു സെന്റൻസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗങ്ങളാണ്, രണ്ട് ഭാഗങ്ങളാണ് സബ്ജക്റ്റും വേർബും എന്ന് പറയുന്നത്. അപ്പൊ ഇത് തമ്മിലുള്ള എഗ്രിമെന്റ് എങ്ങനെയാണ്? ഇത് വരുമ്പോ എങ്ങനെയാണ് വേർബ് വരേണ്ടത്, സബ്ജക്റ്റ് ഇന്നത് വരുമ്പോ വേർബ് എങ്ങനെയാവണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മള് സബ്ജക്ട് വേർബ് എഗ്രിമെന്റിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ പഠിക്കേണ്ടത്, നമുക്കറിയാം സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏകവചനം അല്ലെ. പ്ലൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ബഹുവചനം. അതാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വേർബ് സിംഗുലർ ആണെങ്കിൽ, സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആയിരിക്കും. എങ്ങനെയാണ്? സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആയിരിക്കും. ദെൻ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബും പ്ലൂറൽ ആയിരിക്കും. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആയിരിക്കും. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബും പ്ലൂറൽ ആയിരിക്കും. ഓക്കെ, ഇതാണ് ഒരു സബ്ജക്ട് വേർബ് എഗ്രിമെന്റിലെ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആയിരിക്കും. സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വേർബും പ്ലൂറൽ ആയിരിക്കും. ഇത് നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം. ദ ബേർഡ് സിങ്സ്. ഓക്കെ, ദ ബേർഡ് സിങ്സ്. അപ്പോ ഞാൻ ആദ്യം എന്താ പറഞ്ഞത്? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഞാൻ ദ ബേർഡ് സിങ്സ് എന്നാണ് പറഞ്ഞത്. ദ ബേർഡ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷി പാടുന്നു എന്നാണല്ലോ അർത്ഥം വരുന്നത് അല്ലെ. അപ്പൊ ഞാൻ എന്തിനാണ് അവിടെ സിങ്സ് എന്നുള്ളത് ചേർത്തത്, അല്ലെങ്കിൽ സിങ് എന്ന് പറയുന്നത്? ബേർഡ് സിങ് എന്ന് പോരെ. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആണ് എന്നാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ അവിടെ എസ് ചേർത്തത്? അതാണ് നമ്മുടെ സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് സിംഗുലർ ആവാൻ എസ് നമ്മൾ ചേർക്കേണ്ടതില്ല, പക്ഷേ വേർബ് സിംഗുലർ ആവാൻ നമ്മൾ എസ് ചേർക്കേണ്ടതുണ്ട്. ഇങ്ങനെയാണ്. സബ്ജക്റ്റ് സിംഗുലർ ആവാൻ എസ് ചേർക്കേണ്ടതില്ല, വേർബ് സിംഗുലർ ആവാൻ നമ്മൾ എന്ത് ചെയ്യണം? എസ് കൂടെ ചേർക്കണം. ഓക്കെ, ദ ബേർഡ് സിങ്സ്. ഓക്കെ, അപ്പോ അതിന് എക്സാമ്പിൾ പറയാം. ദ ബേർഡ്സ്. അപ്പൊ ഞാൻ അടുത്ത എക്സാമ്പിൾ പറയാണ്. ദ ബേർഡ്സ് സിങ്. ഓക്കെ, അപ്പോ സബ്ജക്റ്റ് പ്ലൂറൽ ആവാൻ നമ്മൾ എസ് ചേർക്കണം, വേർബ് പ്ലൂറൽ ആവാൻ നമ്മൾ എന്ത് ചെയ്യേണ്ട? എസ് ചേർക്കേണ്ടതില്ല. അതാണ് അതിന്റെ മെയിൻ ആയിട്ട് വരുന്ന ഒരു നിയമം എന്ന് പറയുന്നത്. എന്താണ്? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആയിരിക്കും. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബും പ്ലൂറൽ ആയിരിക്കും. അത് മെയിൻ ആയിട്ട് വരുന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അങ്ങനെയെങ്കിൽ സബ്ജക്റ്റ് സിംഗുലർ ആക്കാൻ യെസ് എന്നുള്ള കാര്യം നമ്മൾ സബ്ജക്റ്റിന്റെ കൂടെ ചേർക്കേണ്ടതില്ല. ഫോർ എക്സാമ്പിൾ, ദ ബേർഡ് സിങ്സ് എന്നാണ് പറയാ. ദ ബേർഡ് സിങ്സ്. കാരണം സബ്ജക്റ്റ് അവിടെ സിംഗുലർ ആണ്. ഒരു പക്ഷി പാടുന്നു എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ പക്ഷി എന്ന് പറയുന്ന ഒരാളേ ഉള്ളൂ, സിംഗുലർ ആണ് അവിടെ അല്ലെ. സബ്ജക്റ്റ് സിംഗുലർ ആവുമ്പോ നമ്മൾ എന്ത് ചെയ്യേണ്ട? എസ് ചേർക്കേണ്ട. പക്ഷെ വേർബ് സിംഗുലർ ആവാൻ അതിന്റെ കൂടെ വരുന്ന വേർബ് എന്ന് വെച്ചാൽ ദ ബേർഡ് സിങ്സ് എന്ന് പറയുമ്പോൾ അവിടെ സിങ് എന്ന് പറയുന്നത് എന്താണ്? വേർബാണ് അല്ലെ. ആ വേർബ് സിംഗുലർ ആവാൻ നമ്മൾ ആ വേർബിന്റെ കൂടെ എസ് നമ്മൾ ചേർത്തേണ്ടതുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ പ്ലൂറൽ ആവുമ്പോ എങ്ങനെയാണ്? ദ ബേർഡ്സ് സിങ് എന്നാണ് പറയുന്നത്. അപ്പൊ സബ്ജക്റ്റ് പ്ലൂറൽ ആവാൻ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? എസ് ചേർക്കണം. അതുകൊണ്ടാണ് ദ ബേർഡ്സ് എന്ന് ചേർത്തത്. ഓക്കെ, ദ ബേർഡ്സ് സിങ് എന്നാണ് പറയുന്നത്. അപ്പൊ സിങ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? സബ്ജക്റ്റ് പ്ലൂറൽ ആവാൻ എസ് ചേർക്കണം, വേർബ് പ്ലൂറൽ ആവാൻ എസ് ചേർക്കേണ്ടതില്ല. ഇതാണ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് എന്നുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ എപ്പോഴും ഇനിയിപ്പോ നിങ്ങൾ വല്ല സെന്റൻസുകൾ എഴുതുമ്പോഴോ അല്ലെങ്കിൽ വല്ല പാരഗ്രാഫുകൾ വായിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത്തരത്തിലുള്ള ഒരു നിയമം അവിടെ എല്ലാറ്റിലും വരുന്നത് നമുക്ക് കാണാം. അപ്പോ മിനി സ്റ്റഡീസ് ഇംഗ്ലീഷ്. ഓക്കെ, എക്സാമ്പിൾ പറയാണ് ഞാൻ. മിനി സ്റ്റഡീസ് ഇംഗ്ലീഷ്. മിനി സ്റ്റഡീസ് ഇംഗ്ലീഷ്. മിനി ആൻഡ് ടീന സ്റ്റഡി ഇംഗ്ലീഷ്. ഓക്കെ, മിനി ആവുമ്പോ അവിടെ ഒരു ആളേ ഉള്ളൂ, സിംഗുലർ ആണ് സബ്ജക്റ്റ് അല്ലെ. അപ്പൊ വെർബ് എങ്ങനെയായിരിക്കണം? സിംഗുലർ ആവണമെങ്കിൽ എസ് ചേർക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ മിനി സ്റ്റഡീസ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു. ദെൻ മിനി ആൻഡ് ടീന എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? പ്ലൂറൽ ആയി അല്ലെ. മിനി ആൻഡ് ടീന സ്റ്റഡി ഇംഗ്ലീഷ്. ഓക്കെ, അപ്പൊ സ്റ്റഡി എന്ന് പറയുന്ന വേർബ് അവിടെ എന്താണ്? പ്ലൂറൽ ആവാൻ നമ്മളവിടെ എസ് ചേർക്കേണ്ട. അപ്പോ സ്റ്റഡി ഇംഗ്ലീഷ്. ഓക്കെ, അതുപോലെ തന്നെ ദ ബോയ്
plays football. The boy plays football. The boys play football. Okay, the boy plays football. The boys play football. Okay, clear. ഇതാണ് സബ്ജക്റ്റ് വേർബ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആയിരിക്കും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബും പ്ലൂറൽ ആയിരിക്കും. ഇതാണ് അതിന്റെ ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. സബ്ജക്റ്റ് സിംഗുലർ ആവാൻ നമ്മൾ എസ് ചേർക്കേണ്ടതില്ല സബ്ജക്റ്റിന്റെ കൂടെ, പക്ഷെ വേർബിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? വേർബ് സിംഗുലർ ആവാൻ എസ് ചേർക്കണം. സബ്ജക്റ്റ് പ്ലൂറൽ ആവാൻ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ എസ് ചേർക്കണം. വേർബ് പ്ലൂറൽ ആവാൻ നമ്മൾ വേർബിന്റെ കൂടെ എസ് ചേർക്കേണ്ടതില്ല. ഇതാണ് ബേസിക് ആയിട്ട് നമ്മുടെ സബ്ജക്റ്റ് വേർബ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയി ഉണ്ടാവും വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സോ താങ്ക് യു.